ലിറ്റിൽ ഏഞ്ചൽസിന്റെ നമ്മുടെ മിഠായി കൂട്ടത്തിന്റെ കൂട്ടത്തുനിന്ന് ഒരു മിടുക്കൻ കുട്ടനാണ് വരാൻ പോകുന്നത്. ഇജോ കുട്ടനാണ്. വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. അണ്ണാ വണക്കം. വണക്കം എന്ന് പറ എന്തായാലും. നമസ്കാരം തലവരെ. തലയൂരോ? നേതാവേ. എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയുന്നത്. തമിഴല്ല ഞാൻ. അല്ല തമിഴല്ല. നേതാവ് എന്നുള്ള തമിഴാണോ? നേതാവ്. ഞാൻ കണ്ടത് വേദാവുന്ന. അല്ലല്ല ഞാൻ വേതാളമെന്ന് വിളിക്കത്തില്ലേ? ഇത് എന്തോ കുഞ്ഞിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നെന്ന് ചരിത്രങ്ങളിൽ തോന്നുന്നു. എനിക്കും തോന്നുവാ എന്തോ ഒരു സംഭവം സംഭവിക്കും ഇപ്പൊ. എന്തോ ഒരു സംഭവം സംഭവിക്കും. ഞാൻ നിന്നെ അടിക്കാൻ വന്ന അയ്യോ അണ്ണാച്ചി. എന്തോ ആ കൊച്ചു കുഞ്ഞു കാലത്ത് എന്താ പറഞ്ഞേ? എന്നെ കൊണ്ട് പറയാൻ വയ്യ അണ്ണ. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോയാൽ മതി. ലച്ചുവിനിപ്പോ കുസൃതി ഓടി ഓടി പറഞ്ഞുണ്ട്. അതൊക്കെ വന്നാലും നീ എന്തിനാ അടിച്ചേ? എന്റെ ലച്ചുവാ. അവളെ എന്നെ അടിച്ച് അവസാനം ഞാൻ പോയി. അവളെ എന്തിനാ അടിച്ചത് ആദ്യം തീരുമാനിക്കും. പിന്നെ ആ താരയായിട്ടുള്ള എന്താ കണക്ഷൻ? അവളെ കുറിച്ച് പിന്നെ പറയിക്കേ വേണ്ട. താരയും ലച്ചും കൂടി ഇട്ട് കളിപ്പിക്കലോ. ഓ ഇപ്പൊ കാര്യം മറിഞ്ഞു കേട്ടാ. ഭയങ്കര ട്വിസ്റ്റ്. ഭയങ്കര ടെസ്റ്റ്. വലിയ ആനെ പോലെ വന്ന് എലിയെ പോലെ പോകാൻ പോവാ. പിന്നെ ലച്ചു അവിടെ പോപ്പീസ് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇങ്ങനെ കുത്തി കുത്തി കളിക്കുന്ന സാധനം. അത് ഞാനൊന്ന് എടുത്തു. അപ്പൊ തന്നെ തുടങ്ങി കീറാൻ. ഇവാനും താരയായിട്ടാണ് കൂട്ട്. ലച്ചുവിനെ കുത്തി ഇവൻ. ആഹാ അതിപ്പോ പറഞ്ഞു. കൺഫ്യൂഷൻ ലച്ചൂട്ടി താരേനെ മാന്തി. താരേനെ വന്നിപ്പോ ആ താരേനെ വിളിച്ചോ. ഞാൻ കുത്തിയത് താരേനെ മാന്തിട്ട് അവളുടെ. അപ്പൊ നീ താരയായിട്ടാണ് കമ്പനി ആണോ? അതെ. അപ്പൊ ലച്ചുവിനെ വേണ്ടേ? പിന്നെ ആരുമായിട്ട് കമ്പനി? എല്ലാരും ഉണ്ട്. അണ്ണാച്ചിയാണ് എന്നെ പറഞ്ഞു വിട്ട അടിക്കാൻ. ഇവാൻ കുട്ടനെ എല്ലാരുമായിട്ട് സ്നേഹം അല്ലേ മോനെ? ആ അതുകൊണ്ടാണ് പേര് ചോദിക്കുമ്പോ ഒരു കൺഫ്യൂഷൻ. കൂടുതല. മാത്രല്ല ചോദിച്ചു നോക്ക്, വയനാട്ടിലെ കടുവ ഇറങ്ങി ഇവന്റെ പാട്ട് കേട്ടു. ആണോ മക്കളെ? അതെ. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലല്ല, ബത്തേരി. ബത്തേരിയില് പുലി ഇറങ്ങിയപ്പോ എന്നെ ഒരാളെ കടിക്കാൻ വന്നു. അപ്പൊ ഞാൻ പുലിനെ അമ്പ് ചെയ്ത്. അപ്പൊ അത് പോയി ചത്തുപോയി. ഞാൻ പോവാ. എന്നിട്ട് അതിന്റെ ശവദാഹം കഴിഞ്ഞോ? അതിന് നീ എന്ത് ചെയ്തു? കുഴിച്ചിട്ടോ? അതവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ശരിക്കും ആ സിനിമയിലുണ്ടല്ലോ പുലിമുരുകന് മോഹൻലാലിന് വരെ ഇവനായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് തോന്നിയേ. ഇത് എലിമുരുകൻ. ഏതായാലും സമ്മതിച്ചു തന്നേട്ടാ. മക്കളെ 1,000 രൂപ മക്കൾക്ക്. നസീർ സാറിന്റെ. ഇത് നസീർ സാറാണ്. മീനോട്ടി എന്തോ നമ്മള് സല്യൂട്ട് അടിക്കുക. അതെ ഇപ്പൊ ഞാൻ കാല് കാണിച്ചു തരാൻ പറഞ്ഞപ്പോ മിടുക്കനാടാ ഇജോ കുട്ടാ നീ. ഏത് പാട്ടാ? പാട്ട് അത് പോയോ? വേമ്പനാട്ട് കായലിന് സാഞ്ചാട്ടം. സാഞ്ചാട്ടം. എന്നാ നമുക്ക് സാഞ്ചാടിയാലോ? എന്നാ തുടങ്ങിക്കോ. താങ്ക് യു.